തെളിമയുടെ നാദം, ഒരുമയുടെ ശബ്ദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിന മലങ്കരദർശൻ. ധ്യാനപീഠത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ പ്രേക്ഷകർക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. പിന്നെ അവരോട്, ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി. ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി. അവൻ്റെ കൈ സൗഖ്യമായി. ഉടനെ പരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹെരോദ്യരുമായി ആലോചന കഴിച്ചു. അതിൻ്റെ 4-ാമത്തെ വാക്യം, പിന്നെ അവരോട്, ശബ്ബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചു. നമുക്കേവർക്കും വളരെ സുപരിചിതമായ ഈ വേദഭാഗത്തെ ആസ്പദമാക്കി ചില ധ്യാനചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. ഒരു വലിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുകയാണ്. ഒരു വലിയ ഫ്ലാറ്റ് നിർമ്മിക്കുന്ന തൊഴിലാളികളെല്ലാം തന്നെ അന്യദേശക്കാരാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൾച്ചർ അങ്ങനെയാണല്ലോ. മറ്റുള്ള ദേശത്തു നിന്നുള്ള ആളുകളെയാണ് നമ്മുടെ മിക്ക ജോലികൾക്കും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ആ കെട്ടിട നിർമ്മാണത്തിൽ സാധുവായ നമ്മുടെ ദേശക്കാരനായ ഒരു മനുഷ്യനും ജോലിയിൽ പങ്കെടുക്കുന്നു. അയാൾ എന്നും രാവിലെ 8 മണിയാകുമ്പോൾ ജോലിക്ക് വരും. 8 മണിയാകുമ്പോൾ ജോലിക്ക് വന്നാൽ അദ്ദേഹം ജോലി ചെയ്യുന്നിടത്ത് ഒരാണിയിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ വാച്ച് ഊരി തൂക്കിയിടും. അതിനുശേഷം അദ്ദേഹം ഇട്ടുകൊണ്ട് വന്ന ഷർട്ട് ആണിയുടെ പുറത്ത് വാച്ചിന് മുകളിലായി തൂക്കും. ശേഷം ഉടുത്തുകൊണ്ടുവന്ന മുണ്ട് നല്ലതുപോലെ മടക്കി ജോലിക്ക് വേണ്ടിയുള്ള മുണ്ടെടുത്ത ശേഷം ഇതും അതിന് ചേർന്നുള്ള അയയിൽ തൂക്കിയിടും. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവാണ്. എല്ലാ ദിവസങ്ങളിലും കൃത്യമായി അദ്ദേഹം ജോലിക്ക് വരികയും വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ഇത് അതുപോലെ തന്നെ എടുത്ത് അണിഞ്ഞുകൊണ്ട് പോവുകയുമാണ് പതിവ്. അദ്ദേഹത്തിന് 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. അപ്പൻ എല്ലാ ദിവസവും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കയ്യിൽ എന്തെങ്കിലും കരുതുക പതിവാണ്. ദൂരെ നിന്ന് അപ്പനെ കാണുമ്പോഴേ ഇളയ മകൾ ഓടി വന്ന് അപ്പൻ്റെ കയ്യിൽ നിന്ന് അപ്പൻ കൊണ്ടുവന്നത് എടുത്തുകൊണ്ട് ഓടുകയാണ് പതിവ്. ഒരു പ്രത്യേക ദിവസത്തിൽ അപ്പൻ ദൂരെ നിന്ന് വരുന്നത് കുഞ്ഞുങ്ങൾ കണ്ടപ്പോൾ അപ്പൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇളയ മകൾ മുന്നോട്ട് ഓടിയില്ല. എന്നാൽ അപ്പൻ്റെ മുഖഭാവം കണ്ട, അപ്പൻ്റെ നടത്തത്തിൻ്റെ സ്പീഡ് കണ്ട മൂത്ത മകൾക്ക്, അവൾക്ക് തോന്നി അപ്പൻ എന്തോ പന്തികേട് സംഭവിച്ചിട്ടുണ്ട്. അവൾ അപ്പൻ വരുന്ന ഇടത്തേക്ക് ഓടിച്ചെന്ന് അപ്പനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, അപ്പ എന്തു പറ്റി? എന്നും വരുന്ന പോലെ അല്ലല്ലോ ഇന്ന് വരുന്നത് എന്ന് ചോദിച്ചു.
അപ്പൻ്റെ മുഖഭാവം കണ്ടാൽ എനിക്കറിയാം അപ്പന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവളെ മാറോടടുക്കി പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്ന അപ്പൻ പറഞ്ഞു, കുഞ്ഞെ, നിനക്കറിയാമല്ലോ എൻ്റെ വാച്ചും എൻ്റെ ഷർട്ടും എൻ്റെ മുണ്ടും ഒക്കെ ഞാൻ എത്ര കാര്യമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഇന്ന് രാവിലെയും ഞാൻ പണിസ്ഥലത്ത് എൻ്റെ വാച്ച് ഊരി വെച്ചതാണ്. വൈകുന്നേരം ഞാൻ ഇതെടുക്കാൻ ചെല്ലുമ്പോൾ ആ വാച്ച് അവിടെ ഇല്ല. നമുക്കറിയാം, ചില ആളുകൾക്ക് അവരുടെ വാച്ച്, അവരുടെ പേന, അവരുപയോഗിക്കുന്ന സാധനങ്ങൾ അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് മാറുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുണ്ടാക്കും. വലിയ ഭാരിച്ച ദുഃഖത്തോടെ തൻ്റെ വാച്ച് നഷ്ടപ്പെട്ട വേദനയോടെ അദ്ദേഹം ഭവനത്തിലേക്ക് പ്രവേശിച്ചു. കുറച്ചുകൂടെ വൈകുന്നേരമായപ്പോൾ മൂത്ത മകൾ അപ്പനോട് പറഞ്ഞു, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അപ്പൻ ജോലി ചെയ്യുന്ന കെട്ടിട സമുച്ചയത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു 10-15 മിനിറ്റിനകം ഈ മകൾ തിരിച്ച് ഓടി വന്നിട്ട് അപ്പനോട് പറഞ്ഞ കൈ ഇങ്ങ് നീട്ടിക്കേ. അപ്പൻ കൈ നീട്ടിയപ്പോൾ ആ വാച്ച് എടുത്ത് അപ്പൻ്റെ കയ്യിൽ വച്ചു കൊടുത്തു. അപ്പൻ ചോദിച്ചു, ഞാൻ അവിടെ മുഴുവൻ അന്വേഷിച്ചിട്ടും എനിക്ക് കണ്ടെത്താൻ സാധിക്കാഞ്ഞ ഈ വാച്ച് നിനക്ക് എങ്ങനെ കണ്ടെത്താനായിട്ട് സാധിച്ചു? അവൾ പറഞ്ഞു, അപ്പ, ഈ വാച്ച് വേറെ എവിടെയുമല്ലായിരുന്നു. അപ്പൻ ഈ വാച്ച് അന്വേഷിക്കുന്ന സമയത്ത് നഗരമധ്യത്തിലെ വാഹനങ്ങളുടെ തിരക്കും ശബ്ദകോലാഹലങ്ങളും ബിൽഡിംഗ് പണിയുടെ തിരക്കുമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അപ്പന് അത് കണ്ടുപിടിക്കാനായി സാധിച്ചില്ല. ഞാൻ ചെല്ലുമ്പോൾ ആ കെട്ടിട സമുച്ചയത്തിന് ചുറ്റും യാതൊരുവിധ ശബ്ദവുമില്ല. വാഹനങ്ങളുടെ ശബ്ദമില്ല, മറ്റൊന്നിൻ്റെയും ശബ്ദമില്ല. അപ്പൻ പറഞ്ഞ അടയാളം വെച്ച് ഞാൻ ആ തറയോട് ചേർന്ന് എൻ്റെ ചെവി കൂർപ്പിച്ച് കേട്ടപ്പോൾ അപ്പൻ്റെ വാച്ചിൻ്റെ സെക്കൻഡ് സൂചിയുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചു. എവിടെയുമല്ലായിരുന്നു, ആ തടിയുടെ അടിയിൽ അതവിടെ മാറിക്കിടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം ഈ മകൾ ഈ വാച്ച് അപ്പൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയും രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്യുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കഥ പ്രത്യക്ഷത്തിൽ പ്രാരംഭമായി നിങ്ങളോട് ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരുപാട് ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ നാം കേൾക്കേണ്ടുന്ന പല ശബ്ദങ്ങളും നമ്മൾ കേൾക്കാതെ പോകുന്നുണ്ട്. ഹൃദയത്തിൻ്റെ നേർത്ത സ്പന്ദനങ്ങൾ, കണ്ണുനീരുകൾ, വേദനകൾ, ഇതൊന്നും കേൾക്കാൻ സാധിക്കാത്തവരായി ഞാനും നിങ്ങളുമൊക്കെ മാറുന്നുണ്ട്. ആത്മീയതയുടെ പുതിയ അർത്ഥതലങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ സൃഷ്ടിക്കുന്നത് വലിയ ശബ്ദങ്ങളാണ്. ഈ വലിയ ശബ്ദങ്ങൾക്കിടയിൽ പലപ്പോഴും നേർത്ത നനുനനുത്ത കണ്ണുനീരിൻ്റെ സ്വരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ സഭകൾ അപ്രസക്തമായി പോകുന്നത്, ഇടവകകൾ, കൂട്ടായ്മകളൊക്കെ അപ്രസക്തമായി പോകുന്നത് ഇങ്ങനെയുള്ള ചെറിയ നേർത്ത ശബ്ദങ്ങളെ വേർതിരിച്ചെടുക്കാൻ സാധിക്കാതെ പോകുന്ന ഇടങ്ങളിലാണ് എന്ന് പ്രാരംഭമായി ഞാൻ പറഞ്ഞു വയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ചില നേർത്ത ശബ്ദങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്നതിനെ വേർതിരിച്ചെടുക്കാൻ കഴിയുമ്പോഴാണ് ഒരു സഭ പ്രസക്തമാകുന്നത്. അതിന് മറുപടി കണ്ടെത്താൻ സാധിക്കുമ്പോഴാണ് ഒരു കൂട്ടായ്മ പ്രസക്തമാകുന്നത് എന്ന് പ്രാരംഭമായി ഓർമ്മിപ്പിക്കട്ടെ. നാം വായിച്ച ഈ വേദഭാഗത്ത് വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് എ മാൻ വിത്ത് പാരലൈസ്ഡ് ഹാൻഡ് എന്നും എ മാൻ വിത്ത് വിതേർഡ് ഹാൻഡ് എന്നും 2-3 ടെസ്റ്റുകളിൽ, പല ടെസ്റ്റുകളിലായി മാറി മാറി പ്രതിപാദിച്ചിട്ടുണ്ട്. വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു രോഗിയാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം ഈ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു, ദേവാലയത്തോട് ചേർന്ന് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം വരണ്ട കൈയുള്ളവനായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന്, അല്ലെങ്കിൽ ആരാധനയുടെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വരണ്ട കൈയാണെങ്കിലും, ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പ്രയാസമുള്ളവനാണെങ്കിലും അവൻ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു.
അല്ലെങ്കിൽ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ നൽകേണ്ട കാര്യമാണ്. ജീവിതത്തിലെ നമ്മെ മാറ്റി നിർത്താവുന്ന ഏത് പ്രതിബന്ധങ്ങളോടും കൂടെ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരിക എന്നത് വലിയൊരു ആശ്വാസമായി ആ മനുഷ്യന് അല്ലെങ്കിൽ നമുക്ക് തോന്നേണ്ടത് ആവശ്യമാണ് എന്ന് ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വരണ്ട കൈ സൗഖ്യമാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം ആ ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഇടമാണ് ആരാധന എന്നും പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ തേടി യേശു കർത്താവ് വരുമെന്നുള്ളതും നമുക്ക് പ്രത്യാശയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇനിയില്ല, ഒരു ഹോപ്പും ഇനിയില്ല എന്ന് പറയുന്നവരെ തേടി വരുന്ന ഒരു യേശു കർത്താവിനെയും ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം ഒരു രോഗിയാണ്. ആ രോഗത്തിൻ്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നതും. അത് നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് ഒരു പേരില്ല. അദ്ദേഹത്തെ വരണ്ട കൈയുള്ള മനുഷ്യൻ എന്ന് തന്നെയാണ് വേദപുസ്തകത്തിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. വരണ്ട കൈയുള്ളത് കൊണ്ട് വരണ്ട കൈയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ ഇടവകയായി, നമ്മുടെ ആരാധനാ സമൂഹമായി ഒക്കെ നാം ഒരാളെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അംഗവൈകല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി അദ്ദേഹത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനകത്തൊരു അപകടമില്ലേ എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിനേക്കാളപ്പുറമായി അദ്ദേഹത്തിൻ്റെ അംഗവൈകല്യം അദ്ദേഹത്തിൻ്റെ പേരായി മാറുന്ന ഒക്കെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കൂട്ടങ്ങളിലുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നൊക്കെ ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശു കർത്താവ് ഈ ആരാധനയിൽ വരുമ്പോൾ ആർക്കും വേണ്ടാത്ത, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, അല്ലേ, തീർച്ചയായും അൺലൗഡായ, സ്നേഹിക്കപ്പെടാത്ത ഒരു മനുഷ്യനെ യേശു കർത്താവ് ഈ ദേവാലയത്തിൽ കണ്ടെത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ പള്ളിയിൽ വരുന്ന ആളുകൾ അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ യേശു അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. അല്ലേ, അങ്ങനെ ഈ ദേവാലയത്തിൽ വരണ്ട കൈയുള്ള മനുഷ്യൻ ഉണ്ടായിരിക്കെ യേശു അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കാനായി വന്നിട്ടുള്ള കുറച്ച് ആളുകൾ ആ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ന് നാം ഈ ഭാഗത്തു നിന്ന് വായിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ യേശു കർത്താവ് പതിവ് പോലെ പള്ളിയിൽ പോകുന്നു. യേശു കർത്താവിൻ്റെ ഒരു പതിവാണ് പള്ളി എന്ന് പറയുന്നത്. പള്ളി ഒഴിവാക്കി മറ്റൊരു കാര്യം യേശു കർത്താവിനില്ല. പള്ളിയിൽ ചെല്ലുന്നു. പള്ളിയിൽ ആരാധനയ്ക്ക് മുൻപ്, അല്ലേ, പതിവ് പോലെ പള്ളിയിൽ ആരാധിക്കാൻ വന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ യേശുവും പതിവ് പോലെ വന്നു. എന്നാൽ അന്നത്തെ ആ ആരാധന എന്ന് പറയുന്നത് ഒരു യൂഷ്വൽ വർഷിപ്പിൽ നിന്ന് റിയൽ വർഷിപ്പിലേക്കുള്ള യാത്രയാണ്. ആരാധനയുടെ പ്രാധാന്യം എന്താണ് എന്ന് യേശു കർത്താവ് വളരെ ഗംഭീരമായി പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം എന്ന് പറയുകയാണ്. എ ജേർണി ഫ്രം യൂഷ്വൽ വർഷിപ്പ് ടു റിയൽ വർഷിപ്പ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പതിവ് ആരാധനയിൽ നിന്ന് യഥാർത്ഥമായ ആരാധനയിലേക്ക്, അല്ലെങ്കിൽ ഈ ആരാധന അർത്ഥവത്താക്കി തീർക്കാനായിട്ട് യേശു കർത്താവ് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മറ്റുള്ള സൗഖ്യദായക ശുശ്രൂഷകളിൽ നിന്ന് വ്യത്യസ്തമായി യേശു കർത്താവ് ഇവിടെ നടത്തുന്ന ഈ ശുശ്രൂഷയ്ക്ക്, സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഭർത്തിമായി വഴിയരികിലിരുന്ന് ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. യേശു നിന്നു അവനെ സൗഖ്യമാക്കുന്നു. ചില ആളുകൾ ചേർന്ന് പക്ഷപാതക്കാരനെ കൊണ്ടുവരുന്നു. യേശു സൗഖ്യമാക്കുന്നു. ഇന്നെടുത്ത് രോഗിയുണ്ടെന്നറിയുന്നു, എന്നെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിക്കുന്നു. ഇങ്ങനെയുള്ള യാതൊരുവിധ സാഹചര്യങ്ങളും ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നില്ല. ഹിയർ വി ക്യാൻ സീ ദ ഇമ്മീഡിയസി ഓഫ് ജീസസ് ടു ഹീൽ ദിസ് മാൻ. ഈ മനുഷ്യനെ സൗഖ്യമാക്കാൻ വേണ്ടി യേശു കർത്താവ് തന്നെ ഒരു തിടുക്കം കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തന്നെ സൗഖ്യമാക്കണമെന്ന് വരണ്ട കൈയുള്ള മനുഷ്യനോ, അല്ലെങ്കിൽ ആരാധിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോരായ്മയുള്ള ഒരു മനുഷ്യനുണ്ട്, അവനെ സൗഖ്യമാക്കണമെന്ന് ആരാധിക്കാൻ വന്ന ആളുകളോ ഒന്നും പറയുന്നില്ല.
പക്ഷേ യേശു പറയുന്നു, വരണ്ട കൈയുള്ള മനുഷ്യനോട് നീ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറയുകയും യേശു കർത്താവ് അവനെ സൗഖ്യമാക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു പറയാനായിട്ട് ശ്രമിക്കുന്നത്, എൻ്റെ ആരാധന അത് പൂർണ്ണമാകണമെങ്കിൽ എന്നെ ആരാധിക്കുന്നവരുടെ ഭൗതികമായ ശാരീരികമായ ആവശ്യങ്ങളും കൂടെ പൂർണ്ണമാക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്ന് യേശു കർത്താവ് വളരെ ഭംഗിയായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും നടത്തുന്ന ആരാധനകളൊക്കെ പൂർണ്ണമാകണമെങ്കിൽ, അത് യഥാർത്ഥമാകണമെങ്കിൽ ആരാധിക്കാൻ വരുന്നവരുടെ ക്ഷേമകാര്യങ്ങൾ കൂടെ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയുകയാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഹൃദയം തകർന്നും നെഞ്ചു തകർന്നുമൊക്കെ ആളുകൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ നടത്തുന്ന ആരാധനകൾ എത്രത്തോളം അർത്ഥവത്താണ് എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുവാനായിട്ട് ഈ ഭാഗത്തിന് സാധിക്കുന്നു എന്ന് പറയുകയാണ്. നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നാണ് പറയുന്നത്. ഈ വലിയ ആരാധന സമൂഹത്തിൻ്റെ മധ്യത്തിൽ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക. ധാരാളം സങ്കീർണതകളുണ്ട്. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ തന്നെ കൊടുക്കേണ്ടതിനിങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, സമ്മർദ്ദത്തിൻ്റെ മധ്യത്തിലാണ് യേശു അതിൻ്റെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പറയുന്നത്. അപകർഷതാബോധം കൊണ്ടും വ്യക്തിത്വമില്ലായ്മ കൊണ്ടും ഒക്കെ തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് മാറി നിന്ന ഒരു മനുഷ്യനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, അല്ലെങ്കിൽ ആരാധനയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന യേശു കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ജീവിതത്തിൽ വ്യക്തിത്വം നഷ്ടപ്പെട്ടവരായിട്ടോ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ടോ ഒക്കെ ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയട്ടെ, നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ വാക്കുകൾക്ക് ഒരുപക്ഷെ കർത്താവിനെ ആകർഷിക്കാൻ സാധിച്ചില്ല. നിങ്ങളുടെ ഹൃദയ നൊമ്പരങ്ങളെ പോലും ഒപ്പിയെടുക്കുന്ന ഒരു കർത്താവ് നിങ്ങളുടെ മധ്യത്തിലുണ്ട്. അവൻ നിങ്ങളിലേക്ക് വരും, നിങ്ങളെ അവൻ ശ്രദ്ധിക്കും, അവൻ നിങ്ങൾക്ക് സൗഖ്യം നൽകും എന്ന് ഈ ഭാഗത്തുകൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു കർത്താവ് ഏതായാലും ആ മനുഷ്യനെ സൗഖ്യമാക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി സമൂഹത്തിൻ്റെ പ്രതികരണങ്ങളിലേക്ക് കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ദേവാലയത്തിൽ ചില ആളുകൾ യേശു കർത്താവ് ശബത്ത് ദിവസത്തിൽ ഇവനെ സൗഖ്യമാക്കുമോ എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം വന്നിട്ടുള്ളവരാണ്. അവർക്ക് ആരാധന എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രയാസമോ ഉണ്ടാക്കണമെന്നോർത്ത് വന്നിട്ടുള്ളവർ മാത്രമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ യേശു കർത്താവ് ഈ മനുഷ്യരുടെ ഉള്ളിലിരിപ്പ്, അവരുടെ ഹൃദയത്തിലിരിപ്പ് യേശുവിന് മനസ്സിലാകുമ്പോൾ യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് അവരോട് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി എന്ന് പറയുകയാണ്. യേശു ചോദിക്കുന്നുണ്ട്, ശബത്ത് ദിവസം എന്ന് പറയുന്നത് അന്ന് നന്മ ചെയ്യുന്നതിന് എന്താണ് തടസ്സം? അന്ന് ജീവനെ സംരക്ഷിക്കുന്നതിൽ എന്താണ് തടസ്സം? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ യാതൊന്നും മിണ്ടുന്നില്ല. അവർക്കൊന്നും പറയാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഇരിക്കുന്ന ശാസ്ത്രിമാരെ ഭയന്നോ പരീശന്മാരെ പേടിച്ചോ ഒക്കെ ആയിരിക്കാം. വേറെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. മോശ കൽപ്പിച്ച കൽപ്പനകളാണോ യേശു കർത്താവ് തരുന്ന പുതിയ കൽപ്പനകളാണോ, ഏതാണ് പാലിക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനും ഒക്കെ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അവരൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ കൂടെയിരിക്കുന്നവരുടെ ഹൃദയകാഠിന്യ നിമിത്തം യേശു കർത്താവ് അവരോട് കോപിക്കുകയാണ് എന്ന് പറയുകയാണ്. വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്ന ഇടത്ത് ഇരിക്കുന്നതായ, അല്ലെങ്കിൽ ആ ആരാധനാലയത്തിൽ ഇരിക്കുന്നതായ ആളുകൾ, അവരുടെ കൈ വരണ്ടതല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ഹൃദയം വരണ്ടതാണ്. ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ഹാൻഡുള്ള മനുഷ്യൻ, കൈയുള്ള മനുഷ്യൻ, ഡിസബിലിറ്റി ഉള്ള കൈയുള്ള മനുഷ്യൻ അതിനേക്കാൾ ഡിസേബിൾഡായ ഹൃദയമുള്ളവരോടുകൂടെ ഇരുന്ന് ആരാധിക്കുകയാണ്. വരണ്ട ഹൃദയമുള്ള ഒരു കൂട്ടം ആളുകളെ കൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഇത്ര കഠിനതകൾ? എനിക്ക് ചെയ്യാൻ സാധിക്കാത്തത് ആരെങ്കിലും ഒരാൾ ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ യേശു കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം യേശു വന്നപ്പോൾ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്നാണ് സാധാരണ നമ്മൾ ചോദിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നീ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് അന്നേ സൗഖ്യം ലഭിച്ചേനെ, എന്താ വൈകിയത് എന്ന്
ചോദിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറിയിട്ടാണ് ശബത്തിനെ ലംഘിക്കാമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. സത്യത്തിൽ ഇവിടെ വരണ്ട കൈയാണോ പ്രശ്നം, വരണ്ട മനസ്സാണോ പ്രശ്നം എന്നുള്ളത് വളരെയധികം ശ്രദ്ധയോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുകയാണ്. വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്നതിലൂടെ വരണ്ട ഹൃദയമുള്ള മനുഷ്യരോടും സംവദിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു യേശു കർത്താവിനെ കാണാനായിട്ട് സാധിക്കും. പ്രിയരെ, നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആർദ്രതയോ മനസ്സലിവോ ഇല്ലാതെ ഹൃദയകാഠിന്യം കൊണ്ട് വല്ലാതെ മരവിച്ച മനസ്സുമായി ജീവിക്കുന്ന ആളുകളാണ്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളൊക്കെ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. മനുഷ്യരുടെ ഹൃദയകാഠിന്യം വർദ്ധിച്ചു. വരണ്ട കൈയേക്കാൾ വരണ്ട ഹൃദയങ്ങൾ അപകടമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വരണ്ട കൈയാണെങ്കിൽ അതിനെ സൗഖ്യമാക്കാൻ യേശുവുണ്ട്. പക്ഷേ വരണ്ട ഹൃദയമാണെങ്കിൽ ആര് സൗഖ്യമാക്കും? വരണ്ട ഹൃദയത്തെ ആര് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായാലും യേശു കർത്താവ് അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം ദുഃഖിച്ചു. ആ മനുഷ്യനോട് അവരുടെ മധ്യത്തിൽ നിന്ന് തന്നെ കൈ നീട്ടാനായിട്ട് പറയുകയും അവനെ സൗഖ്യമാക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ ശുശ്രൂഷകൾ അർത്ഥവത്താകണമെങ്കിൽ ഈ വരണ്ട മനസ്സ് മാറേണ്ടത് ആവശ്യമാണ് എന്ന് വളരെ ഭംഗിയായിട്ട് യേശു കർത്താവ് ഈ ശുശ്രൂഷയിൽ ഈ ഭാഗത്തൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സത്യത്തിൽ ഈ വേദഭാഗം നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ ആർക്കാണ് വരൾച്ച സംഭവിച്ചിരിക്കുന്നത്? വരണ്ട കൈയാണോ പ്രശ്നം, വരണ്ട ഹൃദയമാണോ പ്രശ്നമെന്ന് ആഴത്തിൽ നമ്മോട് തന്നെ ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആത്മീയതയിൽ, ആരാധനയിൽ ജീവൻ്റെ സ്പന്ദനങ്ങളെ വേർതിരിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ആരാധനകളിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ, വ്യക്തിത്വമില്ലാത്ത ആളുകൾ, വ്യക്തിത്വം നഷ്ടപ്പെട്ടതായ ആളുകൾ, ഇങ്ങനെ പലവിധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ കാണാതെയും അവർക്ക് നേരെ മുഖമടച്ചുമൊക്കെ നമ്മൾ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആരാധനയ്ക്ക് എന്ത് അർത്ഥമാണ് ഉള്ളത് എന്നൊക്കെ ചിലപ്പോഴൊക്കെ തോന്നിപ്പോകാറുണ്ട്. ആരാധന അർത്ഥവത്താകണമെങ്കിൽ തന്നോടുകൂടെ ആരാധിക്കുന്നവരുടെ ക്ഷേമവും അന്വേഷിക്കേണ്ടതാണ് എന്ന് യേശു കർത്താവ് പഠിപ്പിക്കുകയാണ്. വീണ്ടും ഞാൻ പ്രാരംഭത്തിലെ പറഞ്ഞ കഥയിലേക്ക് മടങ്ങിപ്പോകട്ടെ. അത് ആ വാച്ച് ഒരു മരത്തടിക്കുള്ളിൽ, ഒരു മരത്തടിയുടെ അടിയിൽ കിടപ്പുണ്ട്. അതിൻ്റെ സെക്കൻഡ് സൂചി വല്ലാതെ കറങ്ങുന്നുണ്ട്. അതിൻ്റെ സ്പന്ദനങ്ങളെ വേർതിരിച്ചെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ? നേർത്ത ശബ്ദമാണ്, നേർപ്പിച്ച ശബ്ദമാണ്. അതിനെ കേൾക്കണമെങ്കിൽ വിശ്വാസത്തിൽ ആഴത്തിൽ ചെവി കൂർപ്പിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ആ ശബ്ദങ്ങളെ കേൾക്കുവാനും വേർതിരിച്ചെടുക്കുവാനും സാധിക്കുകയുള്ളൂ. വരണ്ട മനസ്സോ ഹൃദയകാഠിന്യമോ നിമിത്തം ഒരിക്കലും ഈ ശബ്ദം നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല. സഭയായി, ഇടവകളായി, വ്യക്തികളായി നമ്മുടെ ഭവനത്തിലെ നേർത്ത സ്വരങ്ങൾ, നമ്മുടെ കൂട്ടായ്മയിലെ നേർത്ത സ്വരങ്ങൾ, നമ്മുടെ സമൂഹത്തിലെ നേർത്ത സ്പന്ദനങ്ങൾ ഒപ്പിയെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ധ്യാന വിചാരങ്ങൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശു എന്നടിസ്ഥാനം, ആശയാവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര മധുരമാവൻ
ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തുവരും തോറുവൻ ആർത്തി മാഞ്ഞു പോകുന്നു. ലോകമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. ലോകമെനിക്കു വൈരി, ലോകമെന്നെ ത്യജിച്ചാൽ ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാ ഞാൻ. ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാ ഞാൻ.